കേരളത്തിൽ വളരെ വ്യാപകമായിക്കൊണ്ട് മതവിരുദ്ധത പ്രചരിപ്പിക്കുന്നതിന് നേതൃത്വം നൽകിയിട്ടുള്ള ഇവിടുത്തെ നാസ്തികരുടെ ജീവിക്കുന്ന ദൈവമായിട്ട് പരിചയപ്പെടുത്താറുള്ള സി രവിചന്ദ്രൻ്റെ നാസ്തികനായ ദൈവം എന്ന പുസ്തകമാണിത്. ഈ പുസ്തകത്തിൽ ഒരു വൈരുദ്ധ്യം സൂചിപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഈ പുസ്തകത്തിൽ അദ്ദേഹം ദൈവമില്ല എന്ന് സമർത്ഥിക്കുകയും അങ്ങനെ അതിനുവേണ്ടി ഒരു തെറ്റായ വാദം കൊണ്ടുവരികയും ചെയ്യുന്നുണ്ട്. ഈ പ്രപഞ്ചം അനാദിയാണെന്ന് അതിനുവേണ്ടി അദ്ദേഹം പറഞ്ഞു വെക്കുകയാണ്. ആ സമയത്ത് ഒരു ചോദ്യത്തിനുള്ള മറുപടി പറയാൻ ശ്രമിക്കുകയാണ്. പ്രപഞ്ചം അനാദിയാണെങ്കിൽ ഇവിടുത്തെ വിശ്വാസികൾ പറയുന്നത് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ദൈവം, ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച സ്രഷ്ടാവ് അനാദിയാണെന്നാണല്ലോ. എന്താണ് ഇത് തമ്മിലുള്ള വ്യത്യാസം എന്ന് അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്. അതിന് അദ്ദേഹം ഇതിൻ്റെ 488 പേജിൽ മറുപടി പറയുന്നത്, ദ്രവ്യപ്രപഞ്ചം അനാദിയാണെന്ന് പറയുമ്പോൾ നാം സംസാരിക്കുന്നത് ഒരു അനുഭവ യാഥാർത്ഥ്യത്തെക്കുറിച്ചാണ്. ഉള്ള ഒന്ന് എന്നും ഉണ്ടായിരുന്നു എന്ന് വാദിക്കുന്നതും തെളിവില്ലാത്ത, അതായത് ഇല്ലാത്ത ഒന്ന് എന്നും ഉണ്ടായിരുന്നു എന്ന് പറയുന്നതും തമ്മിലുള്ള വ്യത്യാസം അനന്തമാണ് എന്നാണ്. അതായത് സ്രഷ്ടാവ് എന്ന് പറയുന്ന ഒന്ന് ഇല്ലാത്തതാണ്, അതിനെ തെളിയിക്കാൻ സാധിക്കാത്തതാണ്, അതിനെ അനുഭവിച്ച് മനസ്സിലാക്കാൻ സാധിക്കാത്തതാണ്. അതുകൊണ്ട് അത് അനാദിയാണെന്ന് പറയുന്നത് പോലെയല്ല ഇവിടെ എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്ന ഈ പ്രപഞ്ചം അനാദിയാണെന്ന് പറയുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇവിടെ യഥാർത്ഥത്തിൽ തെളിവില്ല എന്ന് അദ്ദേഹം പറയുന്നത്, അദ്ദേഹം തന്നെ ഇതിൻ്റെ മറ്റൊരു ഭാഗത്ത് പറയുന്നുണ്ട്, മൂർത്തമായ തെളിവുകൾ കൊണ്ടുവരാൻ ഇല്ല എന്നതാണ്. അമൂർത്തമായ ഒരു കാര്യത്തിന് മൂർത്തമായ തെളിവ് കൊണ്ടുവരണം എന്ന് പറയുന്നത് തന്നെ അബദ്ധമാണ്. ഈ ഉദാഹരണത്തിന് നമുക്ക് സ്നേഹമുണ്ട്, ബുദ്ധിയുണ്ട് എന്നൊക്കെ പറയുന്നതിനേക്ക് വല്ല സ്കെയിലും അളന്നുകൊണ്ട് മൂർത്തമായ തെളിവ് കൊണ്ടുവരണം എന്ന് പറയും പോലെ വിഡ്ഢിത്തമാണത്. ഏതായാലും അദ്ദേഹം അനുഭവിച്ചറിയാൻ കഴിയാത്തതുകൊണ്ട് ദൈവമില്ല എന്നുള്ളൊരു നിരൂപണത്തിലാണ് എത്തിച്ചേരുന്നത്. എന്നാൽ ഇതേ പുസ്തകത്തിന്റെ മറ്റൊരു ഭാഗത്ത് 420 പേജിൽ അദ്ദേഹം ഊർജത്തിനെ പരിചയപ്പെടുത്തുന്നുണ്ട്. ഊർജത്തിനെ പരിചയപ്പെടുത്തുന്ന സമയത്ത് അദ്ദേഹം പറയുന്നത് കാണാം, അലകളിലെ ദ്രവ്യത്തിന്റെ രൂപഭാവങ്ങൾ നിരന്തരം മാറിക്കൊണ്ടിരിക്കുകയാണെങ്കിലും അത് ദ്രവ്യമാണെന്നതിലും യഥാർത്ഥമാണെന്നതിലും തർക്കമില്ല. എന്നാൽ അത് നമുക്ക് നേരിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നതിനപ്പുറമാണ്. അപ്പൊ നമുക്ക് മനുഷ്യന് നേരിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നതിനപ്പുറമുള്ള, മനുഷ്യന് നേരിട്ട് അനുഭവിച്ചറിയാൻ കഴിയുന്നതിനപ്പുറമുള്ള ഒരു കാര്യത്തിൽ, ഊർജത്തിൽ അദ്ദേഹം വിശ്വസിക്കുന്നുണ്ട്. ഊർജം അനാദിയാണെന്നൊക്കെയാണ് അവരുടെ വാദം. അപ്പൊ ഊർജമുണ്ട് എന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. അതിന് അദ്ദേഹത്തിന് നേരിട്ട് നേരിട്ട് അനുഭവിച്ചറിയേണ്ട ആവശ്യമില്ല. മറിച്ച് ദൈവത്തെക്കുറിച്ച് പറയുമ്പോൾ മാത്രം ഇത് നേരിട്ട് അനുഭവിച്ചറിഞ്ഞാലേ മനസ്സിലാക്കാൻ സാധിക്കൂ. മൂർത്തമായ തെളിവുകൾ തന്നെ ആവശ്യമാണ്, അമൂർത്തമായ തെളിവുകൾ വേണ്ട എന്ന് പറയുന്നത് ഏത് യുക്തിയുടെ പേരിലാണെന്നാണ് ഇവിടുത്തെ യുക്തിവാദ സംഘത്തിന്റെ നേതാവിനോട് ചോദിക്കാനുള്ളത്.